എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ തോന്നുവാണെങ്കിലേ നമ്മൾ ക്യാഷ് കൊടുത്താലും വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചൊരു ഐറ്റമാണ് ദാ ഈ ഒരു ചക്ക. തൊട്ടപ്പുറത്തെ കടയിൽ നിന്നേ ചക്ക നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച കേട്ടോ, കഴിക്കാൻ കൊതിയായിട്ട്. വീട്ടിലൊക്കെ ആയിരുന്ന സമയത്തേ ചക്കയുടെ മേളാണ്. ചക്കയുടെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണും കേട്ടോ. ഡെയിലി വീട്ടിൽ ചക്കയായിരിക്കും തീരുന്ന വരെ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ പറിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും എല്ലാവർക്കും മടുപ്പ് തോന്നുമല്ലോ. പിന്നെ കന്നുകാലികൾക്കൊക്കെ കൊടുക്കാറാണ് പതിവ്. പശുവിനും ആടിനൊക്കെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അവരെങ്കിലും കഴിച്ച് അത് ചീത്തയായി പോകുന്നതിനെക്കാട്ടും നല്ലത് ആരെങ്കിലുമൊക്കെ കഴിക്കുന്നതാണല്ലോ. അങ്ങനെ ചെയ്യുന്നതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കൊതി തോന്നിയപ്പോൾ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായി. കഴിഞ്ഞ ദിവസം മമ്മി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് ചക്ക ഞങ്ങൾ അപ്പുറത്തുനിന്ന് മേടിച്ചു എന്ന്. ക്യാഷ് കൊടുത്തോ എന്നുള്ളൊരു ഞെട്ടലിലൂടെയാണ് ചോദിക്കുന്നത്. അവിടെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ പിന്നെയും അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ചക്ക കിട്ടും. പിന്നെ നമ്മുടെ അവിടെ നിന്ന് പ്ലാവെല്ലാം മുറിച്ച് കളഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് ചക്കയില്ല. പിന്നെ എന്നാലും തൊട്ടപ്പുറത്തൊക്കെ പ്ലാവ് ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ ചക്ക കിട്ടും. പക്ഷേ ആ വീട്ടിൽ വരെ പോകണമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് മേടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്കിന്ന് ചക്ക പുഴുങ്ങിയെടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മുളകൊക്കെ ഉടച്ച് ഒരു ചൂട് കട്ടനും കൂടെയൊക്കെ ആകുമ്പോൾ സുഖമാണല്ലോ. അങ്ങനെ അത് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ മഴയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് സാധനമായിരുന്നു കേട്ടോ. ചക്ക പുഴുങ്ങി കഴിക്കാൻ വേണ്ടി കുറേ നാളായി കഴിച്ചിട്ട്. അപ്പം അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്കിന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പണ്ട് വീട്ടിലുള്ള സമയത്ത് ചക്കക്കുരുവൊക്കെ അടുപ്പത്തിട്ട് ചുട്ട് തരും. എന്തൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കട്ടൻ ചായയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചക്കയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കിളിച്ചു തുടങ്ങി കേട്ടോ. മഴയൊക്കെ ആയില്ലേ, വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നാരായിട്ട് ചക്കക്കുരുവിനകത്തുണ്ട്. നല്ല മുട്ടൻ ചക്കക്കുരുവാണേ. വെള്ളം കയറിയതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വായിലോട്ടും കൂടെ പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ്. കൂടുതൽ ആൾക്കാർ എങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചച്ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ പച്ചച്ചക്ക നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാറുണ്ട്. പണ്ട് വീട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ അധികം കാപ്പി അങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെ കഴിക്കാറില്ല. പഴങ്കഞ്ഞായിരുന്നു കൂടുതൽ കഴിക്കുന്നത്. അതിനകത്ത് ഈ പഴഞ്ചോറിനകത്ത് കുറച്ച് ചീനിയോ ചക്കയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരോ തലേന്നത്തെ ഈ ഒരു സാമ്പാറോ രസം എന്തെങ്കിലും കാണുമ്പോൾ അതും കൂടെ ഒഴിച്ച് 2-3 കാന്താരി മുളകും കൂടെ പൊട്ടിച്ച് തലേന്നത്തെ മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്. അയ്യോ അടിപൊളിയാണ്. ഞാൻ അങ്ങനെ കഴിച്ച കാലങ്ങൾ മറന്നു. പക്ഷേ ചോറിനോട് ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു കേട്ടോ. എനിക്ക് വേവിച്ച ചക്ക അങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചക്കയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അമ്മ കുറേ ചക്കക്കുരി ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അതിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ അടിയിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മേളിൽ നമുക്ക് ആവി കയറ്റി എടുക്കാൻ വേണ്ടി ചക്കയും. പിന്നെ ചക്കക്കുരുവിനകത്തും ചക്കച്ചുളക്കകത്തും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഉപ്പ് കയറി അതിനകത്ത് പിടിക്കുമല്ലോ. അപ്പോൾ ഇത് അടുപ്പത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ഇതാ ചക്കമുടലുമായിട്ടും മറ്റേ പോത്തും കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി നിൽക്കും. വിളിയേക്കും ചക്കമുടല് ഓടിയാ ഓടി വരും ഇപ്പം. നോക്ക പോത്ത അമ്മ അതിനെ കുറേ നേരം വിളിച്ചിട്ട് അത് വന്നില്ല കേട്ടോ. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തൊക്കെയാണ് കൊണ്ടിട്ട് കൊടുത്തത്. അതിനുള്ളവർ പോലും അതിനെ തിരിച്ചു പോലും നോക്കുന്നില്ല. നമ്മളെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. നേരത്തേക്ക് വിളിച്ച ഉടനെ ഇങ്ങനെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് വന്നതേ ഇല്ല കേട്ടോ. പിന്നെ അമ്മ അതിങ്ങനെ എടുത്തിട്ട് വന്ന് ഒരു കവറിനകത്താക്കിയത് അപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അവർ പാല് മേടിക്കുന്നുണ്ട്. പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേച്ചി വരും. നമ്മൾ ആ ചേച്ചിയെ നോക്കിയിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ കൊടുത്ത് വിടാനെന്നും പറഞ്ഞിട്ടായിരുന്നു. അന്നേരം അപ്പുറത്ത് അവർ വെച്ചേക്കും. അന്നേരം അവരൊന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പൊന്മാൻ്റെ തൂവൽ കിട്ടിയിട്ടുണ്ട്. കുറേ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പൊന്മാനും അങ്ങനെ കിളികളുടെയൊക്കെ തൂവൽ ശേഖരിക്കുന്നൊരു സ്വഭാവം പണ്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും വീട്ടിലെവിടേക്കോ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടായിരുന്നു. ചക്കക്കുരു കുറച്ചും കൂടി നേരം ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി വേവ് കൂടുതലാണല്ലോ ഇത്. പിന്നെ ഒരു ആവി കയറുമ്പോഴേ ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് ചമ്മന്തിയാണ് കേട്ടോ ബെസ്റ്റ്. കാന്താരി ആണെങ്കിൽ പിന്നെ പൊളിക്കുമല്ലോ. അപ്പോൾ ഇന്ന്
കാന്താരി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാന്താരി കഴിഞ്ഞ ദിവസം എനിക്ക് അപ്പുറത്തെ ചേച്ചി തന്നായിരുന്നു കുറച്ച് ചക്കയും കാന്താരി മുളകും കൂടെയൊക്കെ. അങ്ങനെ ഇത് അതെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുഞ്ഞും കാന്താരിയാണേ. അപ്പോൾ അവനെ കുറച്ച് പറിച്ചൊക്കെ എടുക്കാം. ഇവിടെ കുഞ്ഞിന് എരിവ് അധികം പറ്റാത്തതുകൊണ്ട് കുറച്ച് കാന്താരിയെ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ എനിക്കും എരിവ് അധികം അങ്ങ് കഴിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സാധനം ഇടാൻ മറന്നുപോയി, പുളിയും കൂടി ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ചതയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് പുളിയും കൂടി ഇട്ട് ചതയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഇത് കൃന്ന് രണ്ടടിയെ അടിച്ചെടുത്തുള്ളൂ. ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഇത് നമ്മൾ അമ്മിക്കല്ലിലോ ഇടികല്ലിലോ ഒക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ രണ്ട് സാധനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതിൻ്റെ അടിയടിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് പുളിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പുളി പിഴിപുളി ഉണ്ടല്ലോ, അതൊന്ന് ഞെരടി ചേർക്കുന്നുണ്ട്. ഇത് ആദ്യം നമ്മൾ ചതച്ചപ്പോഴേ ആക്കിയായിരുന്നെങ്കിൽ അതിനകത്ത് അങ്ങ് ആയേനെ. പക്ഷേ നമ്മൾ ആക്കിയില്ലല്ലോ, അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് ഞെരടി ചേർക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിങ്ങനെ ഇളക്കി അതാവത്തില്ല. അങ്ങനെ ഇനി കുറച്ച് തേങ്ങ തിരികിയതും കൂടെ നമ്മുടെ ഈ ഒരു ചക്കയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ ഇട്ട് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. തേങ്ങ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. അത് ഇട്ടതിന് ശേഷം ഒന്ന് കുലുക്കി കൊടുക്കുന്നു. ആ ചൂടോടെ ഇടുമ്പോഴത്തേക്ക് ആ തേങ്ങ ഒന്ന് വെന്ത് ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു അടുപ്പത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അമ്മ തേങ്ങ ഇടണ്ടെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് തേങ്ങയൊന്നും ഇടാതെ നീ കഴിച്ചാൽ മതി. പിന്നെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം കുറച്ച് ഇട്ടയാണ് കേട്ടോ. പിന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് കുഞ്ഞൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ചൂടോടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ആളാണെങ്കിൽ ഇന്ന് കുറേ താമസിച്ചിട്ടാട്ടോ വന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടേ നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ കുഞ്ഞൻ താമസിച്ചായിരിക്കും ഇറങ്ങുന്നത് ജോലി കഴിഞ്ഞ്. അങ്ങനെ പിന്നെ വന്നിട്ട് ആൾ പിന്നെ കുളിക്കാനൊക്കെ പോയി. അപ്പോഴത്തേക്ക് അമ്മ പിന്നെ കട്ടനൊക്കെ ഇട്ട് അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ചക്കപ്പുഴുക്കും നമ്മുടെ മുളക് ചമ്മന്തിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ പോയിട്ട് കുറേ നാളായി കേട്ടോ ഇതൊക്കെ കഴിച്ചിട്ട്. ഒത്തിരി നാളായി എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായി ചക്കപ്പുഴുങ്ങി ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചൂട് കട്ടൻ ഒക്കെ ആയിട്ട് കുറച്ച് മുളക് ചമ്മന്തിയും അങ്ങോട്ട് വെച്ച് ഒരു ചുള ചക്കയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് മുക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു മുളകിൻ്റെ എരിവും ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും പുളിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ല കുഴച്ച് കഴിക്കണം. എനിക്ക് മുളക് ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാത്തപ്പോൾ അമ്മ എനിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ മുളക് ചമ്മന്തി ആക്കി തരും. ഭയങ്കര ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ പുരട്ടി കഴിച്ചിട്ടേ ഇരിക്കും കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ 3 നേരം കൂടെ ഇരുന്ന് നല്ല തട്ടി പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ചൂട് കട്ടനും കൂടെ എടുത്തങ്ങോട്ട് കുടിക്കണം. എന്തൊരു എരിവായിരിക്കും നാവിന്, പക്ഷേ അതൊരു സുഖമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ എരിവ് വരുമ്പോഴത്തേക്ക് ഈ കഴിച്ചൊരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പോയി ഞാനും ചാരി ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രഗ്നൻസി പില്ലോ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഉപകാരമാണ്. അതായത് ചാരി ഇങ്ങനെ ഇരിക്കാനും എടുക്കാനും ഒക്കെ. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.